ആരും തന്നെ വില്ലന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യം അവരെ വില്ലന്മാരായി മാറ്റുകയാണ് ചെയ്യുന്നത്. ശകുനി മഹാഭാരതത്തിലെ ഏവരാലും വെറുക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ശകുനി. എന്നാൽ അത് എത്രത്തോളം ശരിയാണ്? ഗാന്ധാര ദേശത്തെ മഹാരാജാവായ സുബലന്റെ പുത്രനായിരുന്ന ശകുനി അതീവ ബുദ്ധിമാനായിരുന്നു. ശകുനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് തൻ്റെ സഹോദരിയായ ഗാന്ധാരിയെയായിരുന്നു. ഗാന്ധാരി അതീവ സുന്ദരിയും ആയോധന കലകളിൽ നിപുണയുമായിരുന്നു. മഹാമയനായ ഭീഷ്മർ ഗാന്ധാരിക്ക് വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ടുവരികയാണ്. ഹസ്തിനപുരിയിലെ യുവരാജാവായ 1000 ആനയുടെ കരുത്തുള്ളവനായ ധൃതരാഷ്ട്രയുടെ വിവാഹാലോചന. എന്നാൽ ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. തൻ്റെ മകളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഗാന്ധാര രാജാവിന് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി ഹസ്തിനപുരത്തോട് മറുവാക്ക് പറയുന്നത് എങ്ങനെ? പറഞ്ഞാൽ തന്നെ അതൊരു യുദ്ധത്തിലായിരിക്കും കലാശിക്കുക. ഹസ്തിനപുരത്തോട് ഏറ്റുമുട്ടാനുള്ള സൈന്യമോ അതിനു വേണ്ടിയുള്ള ശേഷിയോ ഒന്നും ഗാന്ധാര രാജ്യത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലെങ്കിൽ കൂടി ഈ വിവാഹത്തിന് ഗാന്ധാര രാജ്യം സമ്മതം മൂളി. ഇരുട്ടിന് ഭയമായിരുന്ന തൻ്റെ സഹോദരി ഇനി ജീവിതകാലം മുഴുവൻ ഒരു അന്ധൻ്റെ കൂടെയാണ് കഴിച്ചു കൂട്ടേണ്ടതെന്നും ഇതിന് കാരണക്കാരനായത് ഭീഷ്മരാണെന്ന് പറഞ്ഞ് ശകുനിക്ക് ഭീഷ്മരോട് അതിയായ ക്രോധമുണ്ടായി. എന്നാൽ തൻ്റെ പിതാവിൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും നന്മയെ കരുതി ശകുനിക്ക് നിശബ്ദനാകേണ്ടി വന്നു. ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും വിവാഹം കഴിഞ്ഞു. ധർമ്മവതിയായ ഗാന്ധാരി തൻ്റെ കണ്ണ് ഒരു പട്ടുതുണി കൊണ്ട് മൂടിക്കെട്ടി ശിഷ്ടകാലം അന്ധകാരത്തിൽ ജീവിക്കാൻ തീരുമാനമെടുത്തു. ഇതിനിടയിൽ മറ്റൊരു കാര്യം നടക്കുകയാണ്. ഭീഷ്മരിൽ നിന്നും ഗാന്ധാര രാജൻ മറച്ചു വെച്ച ഒരു കാര്യം ഭീഷ്മർ അറിയുവാനിടയാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഗാന്ധാരിക്ക് ഒരു ജാതക പ്രശ്നമുണ്ടായിരുന്നു. ഗാന്ധാരിയുടെ ആദ്യത്തെ ഭർത്താവ് അകാല മരണം പ്രാപിക്കും. ഇതിനാൽ ഗാന്ധാരിയുടെ ആദ്യത്തെ വിവാഹം ഒരു ആടിൻ്റെ ഒപ്പം നടത്തുകയും ആ ആടിനെ ആചാരവിധി പ്രകാരം ബലി കൊടുക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഗാന്ധാരിയുടെ ആദ്യ വിവാഹത്തിൻ്റെ രഹസ്യം തന്നിൽ നിന്ന് മറച്ചു വെച്ചത് ഭീഷ്മരെ കോപാകുലനാക്കി. കോപാകുലനായ ഭീഷ്മർ ഗാന്ധാര രാജനെയും കുടുംബത്തെയും തടവിലാക്കി. അവരെ കൊല്ലുവാനുള്ള ദേഷ്യം ഭീഷ്മർക്കുണ്ടായിരുന്നു. എന്നാൽ തടവിലാക്കിയവരെ കൊല്ലുന്നത് അധർമ്മമാണ്. അതിനാൽ ഭീഷ്മർ മറ്റൊരു കാര്യം ചെയ്തു. അവർക്ക് ഒരു ദിവസം കഴിക്കുവാൻ ഒരു പിടി അരി മാത്രമാണ് ഭീഷ്മർ നൽകിയിരുന്നത്. അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് ഭീഷ്മർ വിധിയെഴുതി. തടവിലാക്കപ്പെട്ടവർക്ക് ഭക്ഷണം താൻ കൊടുക്കുന്നുണ്ട്. താൻ അവരെ നേരിട്ട് വധിക്കുകയും ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഇത് തൻ്റെ ധർമ്മബോധത്തെ ബാധിക്കുകയില്ലെന്ന് ഭീഷ്മർ വിശ്വസിച്ചു. പട്ടിണി കിടന്ന് മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഗാന്ധാര രാജനും കുടുംബവും ഒരു തീരുമാനമെടുക്കുകയാണ്. അവർക്കെല്ലാവർക്കുമുള്ള പങ്ക് ഭക്ഷണം അത് ശകുനിക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് ശകുനിയെ ജീവനോടെ നിലനിർത്തുക. താങ്കളുടെ പ്രതികാരം ശകുനി വീട്ടുക. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ ശകുനി ഒഴികെ ബാക്കി എല്ലാവരും മരണമടഞ്ഞു. മരണത്തിന് തൊട്ടു മുന്നേ ഗാന്ധാര രാജൻ ശകുനിയോട് പറഞ്ഞു, കുരുവംശത്തോടും ഭീഷ്മരോടുമുള്ള പ്രതികാരം അത് നീ നിറവേറ്റണം. തൻ്റെ പിതാവിൻ്റെ പ്രതികാരം അത് താൻ നിറവേറ്റുമെന്ന് ശകുനി ശപഥം ചെയ്തു. മരിക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി ഗാന്ധാര രാജൻ കൽപ്പിച്ചു. തൻ്റെ മരണശേഷം തൻ്റെ അസ്ഥികൾ കൊണ്ട് ശകുനി ഒരു പകിട നിർമ്മിക്കണം. ആ പകിട ശകുനി മനസ്സിൽ ഏത് സംഖ്യ വിചാരിച്ചാലും അതിനെ ഫലമായി നൽകും. വൈദ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന ശകുനി തടവിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ആദ്യം ചെയ്തത് തൻ്റെ കാലിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കുകയായിരുന്നു. കാലം കഴിയുന്തോറും ആ മുറിവ് മാഞ്ഞു പോയാലും അതിൻ്റെ വേദന ഒരിക്കലും ശമിക്കുകയില്ല. ഓരോ ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോഴും ആ വേദന ശകുനിയെ ഓർമ്മിപ്പിക്കും തനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യം, തൻ്റെ പ്രതികാരം. തൻ്റെ മരുമകനായ ദുര്യോധനനെ ശകുനി സ്വന്തം പ്രതികാരം ചെയ്യുവാനുള്ള കരുവായി മാറ്റുകയായിരുന്നു. ചെറുപ്പകാലം മുതലേ തന്നെ ദുര്യോധനന് കുരുട്ടുബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും അവനെ അധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിപ്പിച്ചതും ശകുനി തന്നെയായിരുന്നു. ആര്യവർത്തത്തിലെ അതിബുദ്ധിമാനെന്ന് ശകുനിയെ വിശേഷിപ്പിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. പലപ്പോഴും സഹതാപത്തോടെയാണ് ശകുനിയെ ശ്രീകൃഷ്ണൻ കണ്ടിരുന്നത്. ശകുനിയുടെ കഥയെല്ലാം ശ്രീകൃഷ്ണനും അറിയാവുന്നത് തന്നെയായിരുന്നു. രണഭൂമിയിൽ കുരുവംശജാതന്മാർ പരസ്പരം ഏറ്റുമുട്ടി. ശരശയ്യയിൽ കിടന്ന് ഭീഷ്മരും മൃത്യുവരിച്ചു. സഹദേവന്റെ കൈയാൽ ശകുനിയും മൃത്യുവരിച്ചു. മഹാഭാരതം അത് ശകുനിയുടെ കൂടെ കഥയാണ്. പ്രതിജ്ഞയുടെയും പ്രതികാരത്തിൻ്റെയും കഥ.